ചിന്തിച്ചിട്ടുണ്ടോ പണം എങ്ങനെയെല്ലാം ഉണ്ടാക്കാമെന്ന്? എന്നാൽ പല മാർഗങ്ങളിലൂടെ പണങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. കവർച്ചകളിലൂടെയാണ് മനുഷ്യൻ കൂടുതലും പണം സമ്പാദിക്കുന്നത്. എന്നാൽ ശരിയായ മാർഗത്തിലൂടെ പണം രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഓരോ കണക്കുകൾ നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ ശരിയായ മാർഗത്തിലൂടെ കണക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് ഫെഡറൽ ബാങ്ക് സംബന്ധമായ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഗണിത വിഭാഗങ്ങൾ ബന്ധപ്പെട്ട് നമ്മൾ ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടും അവിടെ ഉണ്ടാകുന്ന സാമ്പത്തികമായ ഓരോ മുന്നോട്ടത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിനായി നമ്മൾക്ക് ഈ ഒരു ഗണിത പഠനത്തിലേക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പഠിക്കാം. എല്ലാവരും ഇതിനായി ഒത്തുചേരുക. നമസ്കാരം. ഫെഡറൽ ബാങ്ക് കവർച്ച നടത്തിയ സംഭവത്തിൽ സമൂഹം ഞെട്ടിയിരിക്കുകയാണ്. ഗൗരവമായ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ചിലവ് കൂടിയ ജീവിതശൈലിക്കുമുള്ള താൽപര്യങ്ങൾക്കും ഇരയായ പ്രതികൾ കുറ്റകൃത്യത്തിലേക്ക് വഴുതിപ്പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു. ആദ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക്. കുറ്റാന്വേഷണത്തിൽ പ്രതിക്ക് സാമ്പത്തിക വായ്പകളും ക്രെഡിറ്റ് കാർഡ് കടങ്ങളും വളരെയധികം ഉണ്ടായതായി കണ്ടെത്തി അവർ വരവ് ചെലവ് മാനേജ് ചെയ്തായിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. അടുത്തതായി ബാങ്ക് മാനേജറിനോട് ഇതിനെപ്പറ്റി ചോദിക്കാം. പ്രതികളുടെ കൈവശം ഒരുപാട് ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വായ്പാ പലിശ കൂടുകയായിരുന്നു. അവർ അവരുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ കുറ്റകൃത്യം ഒഴിവാക്കാമായിരുന്നു. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ എങ്ങനെ നോക്കിക്കാണുന്നു? പലപ്പോഴും തെറ്റായ സാമ്പത്തിക ആസൂത്രണത്തിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനായി നമ്മുടെ സമ്പാദ്യം, ചിലവുകൾ, നിക്ഷേപം എന്നിവയ്ക്ക് പിന്നിലുള്ള ഗണിതശാസ്ത്രം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. വിശദ വിവരങ്ങൾക്ക് നന്ദി. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഫെഡറൽ ബാങ്കിന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഗണിതവുമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കാം, നമ്മുടെ സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഫെഡറൽ ബാങ്കിൽ നടന്ന കവർച്ച, അല്ലെ? സുസ്ഥിരമല്ലാത്ത ജീവിതശൈലി ഗണിതവുമായി എങ്ങനെ ബന്ധപ്പെടുത്തി കാണിക്കാമെന്നുള്ളതിനൊരു ഉദാഹരണം, അല്ലെ? ഇതുമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ബജറ്റ് തയ്യാറാക്കുന്നത് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓരോ മാസം എൻ്റെ പൈസ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും ഒരു ബജറ്റ് സൃഷ്ടിക്കാൻ നമുക്ക് ഗണിതശാസ്ത്രം ഉപയോഗിക്കാൻ കഴിയും. ആദ്യം നമ്മുടെ വരുമാനം കണക്കാക്കണം, പിന്നെ ചെലവുകൾ പട്ടികപ്പെടുത്തണം, പിന്നെ നമുക്ക് കൂട്ടി കുറച്ചുമൊക്കെ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് എത്രമാത്രം പണം നമുക്ക് ലാഭിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. വായ്പകളൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ പലിശ നിരക്ക് വരുമ്പോഴെന്താ അത് ഒരുപാട് കൂടുതലായിരിക്കും. അവസാനം നമ്മൾ എന്താ കൂടിയ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരില്ലേ? ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും സമവാക്യങ്ങൾ നമ്മെ സഹായിക്കും. സാധാരണ പലിശ കണ്ടുപിടിക്കാൻ I=PRT/100 എന്ന ഇക്വേഷനും കൂട്ടുപലിശ അഥവാ ദീർഘകാല പലിശ കണ്ടുപിടിക്കാൻ I=P1+R/N എന്ന സമവാക്യവും നമ്മെ സഹായിക്കും. എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ എപ്പോഴും സോഷ്യൽ മീഡിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സെയിൽസിനെ ഓഫറിനെ ഒക്കെ ചേർക്കാൻ വളരെ പ്രയാസമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ശതമാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊരു സാധനം വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഏകദേശ തുക മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ വരുമാന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഗണിതശാസ്ത്രം എന്നെ സഹായിക്കുന്നു. ഓരോ മാസവും എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% ഞാൻ ലാഭിക്കുകയാണെങ്കിൽ വർഷാവസാനത്തിൽ എനിക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് ഗണിതശാസ്ത്രത്തെ സഹായിക്കുന്നു ഞാൻ കണ്ടെത്തുന്നു. ഇത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. നല്ല നല്ല പോയിന്റുകളാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത്. ഗണിതവുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ കൂടും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഉള്ളൊരു നല്ല ഉദാഹരണമാണ് ഈ ഫെഡറൽ ബാങ്കിലെ കവർച്ച, അല്ലേ? ശതമാനക്കണക്കുകൾ, ബഡ്ജറ്റിംഗ്, പലിശ കണക്കുകൂട്ടലുകൾ, സാമ്പത്തിക ആസൂത്രണം
തുടങ്ങിയ ഗണിതത്തിലെ അടിസ്ഥാന ആശയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സമ്മർദ്ദരഹിതവും സുരക്ഷിതവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? ഗണിതശാസ്ത്രം ഉത്തമ ജീവിതത്തിനുള്ള വഴികാട്ടി. Math isn't just about solving problems. It's about solving crimes. യഥാർത്ഥ ജീവിത സംഭവങ്ങളെ ഗണിതവുമായി സംയോജിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രായോഗിക പാഠം നൽകുകയാണ് ഞങ്ങളിവിടെ.